പോവാണ്. അപ്പൊ ഗിയർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്റെ ലെക്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഡെമോൺസ്ട്രേഷനിൽ ഗിയർ ലിവറിന്റെ ഒരു ഡയഗ്രാം ഉള്ള ഒരു സിസ്റ്റത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് എവിടെയൊക്കെയാണ് ഗിയർ എന്നൊരു ഐഡിയ വന്നു. ഇനി നമ്മൾ ഈ വാഹനത്തിന്റെ ഗിയർ ലോഡ് ചെയ്യണം. ഇത് ഡെമോയാണ്. കാറിൽ ഗിയർ വീഴുന്നത് പോലെ അല്ല, എങ്കിലും നമുക്ക് അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കൈ ഗിയർ ലെവലിൽ വയ്ക്കൂ, മറ്റേ കൈ സ്റ്റിയറിംഗ് പിടിക്കൂ. ഇപ്പൊ ന്യൂട്രലാണ്. തേർഡ് ഗിയർ എങ്ങനെ ഇടും? വെരി ഗുഡ്. ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ. ഇനി ഇടത്തോട്ടും വലത്തോട്ടും ഷിഫ്റ്റ് ചെയ്യൂ. വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഷിഫ്റ്റ് ചെയ്യൂ. 5 പ്രാവശ്യം ചെയ്യൂ. 1, 2, 3, 4, 5. വീണ്ടും ന്യൂട്രലാക്കുമ്പോൾ ഗിയർ ലെവർ ഇവിടെ നിൽക്കും. സെന്റർ. ഫസ്റ്റ് ഗിയർ എങ്ങനെ ഇടും? വെരി ഗുഡ്. ഇടത്തോട്ട് തള്ളി മുൻപിലോട്ട്. ഇടത്തോട്ട് തള്ളി പിടിച്ചില്ലെങ്കിൽ ഫസ്റ്റിന് പകരം ഏത് ഗിയർ വീഴും? തേർഡ് ഗിയർ. വെരി ഗുഡ്. ഫസ്റ്റ് ഗിയർ ഇത് എങ്ങനെ ന്യൂട്രലാക്കും? വെരി ഗുഡ്. ഫസ്റ്റ് എങ്ങനെ സെക്കൻഡ്? ഇപ്പൊ ന്യൂട്രൽ എങ്ങനെ സെക്കൻഡ് ഇടും? വെരി ഗുഡ്. സെക്കൻഡ് എങ്ങനെ ന്യൂട്രലാക്കും? വെരി ഗുഡ്. തേർഡ് ഗിയർ, ന്യൂട്രൽ, സെക്കൻഡ്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, ഫസ്റ്റ്, ന്യൂട്രൽ. അത് കറക്റ്റ് ആയില്ല. ഫസ്റ്റ്, കറക്റ്റ്. സെക്കൻഡ്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, റിവേഴ്സ്, ന്യൂട്രൽ. ഗിയർ ഇട്ടതെല്ലാം മനോഹരമായിരുന്നു. പക്ഷെ അതിനകത്ത് വേറൊരു പ്രോബ്ലം സംഭവിച്ചു. എന്തായിരുന്നു? നമ്മൾ ഗിയർ ഇട്ടപ്പോഴെല്ലാം എവിടെ നോക്കി? ഗിയറിൽ പറഞ്ഞ നോക്കാതെ. ഇനി ഫ്രണ്ടിലോട്ട് നോക്കി. കാറ് പോകുന്ന സങ്കല്പിച്ചോണം. സ്റ്റിയറിംഗ് ലെവലാക്കി പോയി 2 കൈയും സ്റ്റിയറിംഗ് പിടിക്കും. ഓക്കെ, ഞാൻ പറയുന്നു. ഓക്കെ, തേർഡ് ഗിയർ, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, സെക്കൻഡ്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, ഫസ്റ്റ്, ന്യൂട്രൽ, റിവേഴ്സ്, ന്യൂട്രൽ. വെരി ഗുഡ്. സൂപ്പറായി, അടിപൊളിയായി. നമ്മൾ യഥാർത്ഥത്തിൽ ഗിയർ വണ്ടിയിൽ നമ്മൾ ഗിയർ ഇട്ട് തുടങ്ങിയിട്ടില്ല. അതിനുമുമ്പ് എല്ലാ ചിത്രങ്ങളും നമുക്ക് വ്യക്തമായി. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ വേഗതയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കാറിൽ ഓടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് വേണം പിന്നെ അത് ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ശരി.